ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ജേർണി. അപ്പോൾ ഇന്നൊരു കുട്ടി റെസിപ്പി വ്ളോഗ് വീഡിയോ ആണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസാണ്. സോ ഒരു ഈസി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് പൊരിക്കുക. എന്നിട്ടത് പൊരിഞ്ഞതിന് ശേഷം ഒരു 8-10 വെളുത്തുള്ളി, അതായത് ഗാർലിക് എടുത്ത് ചതച്ചിട്ട് അത് ചേർത്തിട്ട് അത് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റുക. എന്നിട്ട് അതിലോട്ട് ഒരു വലിയ ഉള്ളി വെച്ചാൽ അത്യാവശ്യം നല്ലോണം വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് അതും പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇത് ഫ്ലാഗിൻ്റെ റെസിപ്പിയിലാണ്, കുറച്ചൊക്കെ ഇൻസ്റ്റഗ്രാം ഇൻസ്പയർഡാണ്, കുറച്ച് എൻ്റെ റെസിപ്പിയാണ്. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കും. എന്നിട്ട് മുരിയിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് മസാല ചിക്കനിൽ നല്ലോണം പുരട്ടുന്ന പോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ്റെ കളറും ഒക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി മതിയെ, ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ തേങ്ങയുടെ 2-ാം പാൽ, കട്ടി കുറഞ്ഞ 2-ാം പാൽ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ചിക്കൻ വേവിക്കുക. എല്ലാവിടെയും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സിമ്മിൽ വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. സ്ലോ കുക്കിംഗ് ആണ്, സിമ്മിൽ വെച്ചിട്ട്. അത് വെന്തൊക്കെ വന്നതിന് ഒരു കുറുകിയ ശേഷം അതിലോട്ട് ഒരു 1/2 മുറി ലൈം വാട്ടർ, അതായത് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് തേങ്ങയുടെ 1-ാം പാൽ, നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം എല്ലാവിടെയും ഒന്ന് യോജിപ്പിച്ചിട്ട് അത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക, ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ധാരാളം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ താളിച്ചെടുക്കുക. ഈ താളിപ്പ് ലാസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡി. സോ നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതൊക്കെ താളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയിലോട്ട്, ചിക്കൻ മപ്പാസിലോട്ട് നമ്മളുടെ ആ സാധനം, അതായത് ആ താളിച്ചെടുത്തത് അത് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്ന് തിളച്ചതിന് ശേഷം ഇത് സ്റ്റവ് ഓഫാക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് മസാല, ആ പച്ചമുളകിൻ്റെയും ആ കുരുമുളകിൻ്റെയും മസാലയൊക്കെ, ആ തേങ്ങാപ്പാലിൻ്റെയും മസാലയൊക്കെ നമ്മുടെ ചിക്കനിൽ ഇറങ്ങണ വരെ ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഒരു ബൗളിലാക്കി സെർവ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈസി പീസി ഒരു ചിക്കൻ മപ്പാസിൻ്റെ കറി. ഇത് പത്തിരി, പൊറോട്ട, നെയ്ച്ചോറ് അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒക്കെ ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഒരു ഈസി പീസി ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.